Hello guys. Hello guys. We are back. Welcome to Arilla the podcast. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുവാണ്. എന്താ ടോപ്പിക് എന്താ? ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക്ക് ഒന്നും ആലോചിച്ചില്ലേ? പറഞ്ഞത് ടോപ്പിക്ക് മറന്നു. നമ്മള് പ്ലാൻ ചെയ്ത ടോപ്പിക്കിനെ ഞാൻ മറന്ന്. എന്താ പറ, എന്താണ് നമ്മള് ചായ. അതെനിക്ക് ചായയിൽ ഭയങ്കര അഡിക്ഷൻ ആണ്. അതെ, ഭയങ്കര അഡിക്ഷൻ. ഇപ്പൊ വന്നപ്പോ നല്ല കടുപ്പം കൂട്ടിയാണ് ഇപ്പൊ ചായ അടിക്കുന്നത്. ടാറൊക്കെ ഒരുക്കി കലക്കി ചില കടയിലൊക്കെ കലക്കി അടിച്ചു ടാറിന്റെ കളറില് കറായിരിക്കും. ചിലയിടത്ത് കടുപ്പം കൂട്ടി അടിച്ചതെന്ന് പറഞ്ഞാല് നോർമൽ ചായ ആയിരിക്കും. അങ്ങനെ കുടിച്ചൂടെ തന്നെ. ഇപ്പൊ തലവേദന എടുത്തങ്ങ് ഇതായി വരുമ്പോ പിന്നെ ചായ അല്ലേ അഡിക്ഷൻ. ചായ എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആണ്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ചെലവൊക്കെ കൂടിയില്ലേ? ചെലവ് കൂടി. ചായയില്ല ഇനി തിന്നാൻ വേണോന്നും പറഞ്ഞ് അങ്ങോട്ടൊക്കെ ഒരു കൊതിപ്പിക്കുമല്ലോ. വീഴൂല. വീഴാനായിട്ട് എനിക്ക് പൈസ ഇല്ല. ഫോണിൽ അടയ്ക്കണം, എന്തെല്ലാം കിടക്കുന്നു ബാധ്യത. അത് തീർന്ന വരെ കടയിൽ കാണുമ്പോ ഇങ്ങനെ പോകും. സേവിങ് ഇല്ല. എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ആലോചിക്കും. ഒരു ചായക്ക് 10 രൂപ. അതിന്റെ കൂടെ എന്തായാലും കടി കഴിക്കും. നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു കടിയാ. അതേ ചായ കുടിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കണം. നമ്മൾ ചായ കുടിക്കാൻ ചെല്ലുന്നു, അവരെടുത്തൊരു ചായ പറയുന്നു, കടി കണ്ട് കൊതിമുത്ത് കടി എടുക്കുന്നു. ഒരു വട എടുത്തെന്ന് വിചാരിച്ചോ, ഒരു വട എടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ചായ വരത്തില്ല. വട കഴിച്ച് തീരുമ്പോഴേ ചായ എടുക്കാം. അപ്പൊ ഒരു കടി കിട്ടിയവർക്ക് ചായ ഉണ്ടാക്കിയിട്ട് വരുമ്പോ അടുത്ത കടി. അപ്പൊ ചായ എന്തായാലും ഒരു ചായ ഫുള്ള് കുടിച്ചു വരുമ്പോ ഒരു കടി തീരത്തില്ല. ഒരു കടി അതിനുമ്പേ തീരും. ഒരു ചായ ഒരു കാലാവുമ്പോഴേ തീരും. പിന്നെ വീണ്ടും അടുത്ത കടി. ഇനി എത്ര കടിയൊക്കെ ഒരു കടയിൽ നിന്ന് തീരും? ഒരു 3 കടിയൊക്കെ. ഞാൻ 5 പോകും. അതെന്ത് നിന്റെ കൂടെ വരുമ്പോഴാണ് അല്ലേ? സ്വന്തം പൈസക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങനെ കഴിക്കത്തില്ല. നിന്റെ കൂടെ വരുമ്പോ കഴിക്കും. കണക്ക് ഇപ്പൊ എഴുതണം. കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേടാ. പിന്നെ അല്ലാതെ വേറെ വഴിയില്ലടാ. എന്നിട്ട് ഇനി നീ എന്തെടുത്ത് ഒന്നും ചോദിക്കരുത്. ഞാൻ വാങ്ങിച്ചു തരൂല. ഞാനിവിടെ 7 കടി നിന്നാലും നീ അവിടെ കടക്കാരൻ്റെ അടുത്ത് പറയുന്നത് 4 കടി നിന്നല്ലടാ. എടാ പൈസ പിന്നെ കുറക്കണ്ടേ? എന്തൊരു ലാഭം. അവന്മാരെ പറ്റിച്ച് പിന്നെ അവന്മാര് നമ്മളെ പറ്റിക്കുന്നത്. അവന്മാര് നമ്മളെ പറ്റിച്ച് 7 കടി എന്ന് പറയുമ്പോ അവന്മാര് ശ്രദ്ധിക്കാത്ത സമയത്താണെങ്കിൽ 4 കടി എന്നൊക്കെ പറയാം. അയച്ചു കൂച്ചപ്പാ ചിലടത്ത് പറയണ്ട. എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം. അയ്യോ 2 കടിയല്ലേ എന്നൊക്കെ നമുക്ക് അഭിനയിക്കാം. അപ്പൊ തന്നെ കൊടുക്കണം. നമ്മള് പൈസ വെച്ചോണ്ട് തന്നെ ഈ അഭിനയിക്കണം. പൈസ വെച്ചോണ്ട് പിടിച്ചാ പൈസ കൊടുക്കുക അല്ലേ? ചിലയിടത്തൊന്നും ചോദിക്കൂല എത്ര കടിയാണ്. അയച്ചിട്ടുണ്ടേ അത്ര മതി. അയച്ചിട്ടുണ്ടേ. ഇപ്പൊ എല്ലാ സ്ഥലത്തും മറ്റേ മമ്മൂട്ടിയൊക്കെയാണ് ഇരുന്ന് പറയുന്ന. പിടിക്കുന്നത് ഫോൺ പേയിൽ 100 രൂപ ആയിട്ടുണ്ടേ. അയച്ചിട്ടുണ്ടേ, നന്ദിയുണ്ടേ. അതുകൊണ്ട് പിടിക്കും കേട്ടാ. എല്ലാരും ചെയ്യുന്ന വിട്ടത് ചെയ്ത് കഴിഞ്ഞാൽ നൈസിനങ്ങ് വരാം. ചിലയിടത്ത് മറ്റേ 18 അയച്ചാലും 80 എന്ന് പറയൂല്ലേ. അത് പക്ഷെ ഇംഗ്ലീഷിൽ. ഇപ്പം മലയാളത്തിലാണ് 80 രൂപ എന്നാണ് വരുന്നത്. അയച്ചിട്ടുണ്ടേ, നന്ദിയുണ്ടേ. മലയാളം കൂടെ വന്നുകൊണ്ട് പെടും. മുകേഷിന്റെ 50 രൂപ തൊലിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ ഉണ്ടാ. അതൊക്കെ ഒരുപാട് മുകേഷിന്റെ അല്ലേ? അത് എഡിറ്റ് ചെയ്തെടുത്തില്ലേ? അത് എഡിറ്റ് ചെയ്ത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. 80 രൂപ തൊലിച്ചു വെച്ചേക്കുന്നു. ഒക്കെ ഉള്ളത് തന്നെയാടാ. ആ മോഹൻലാലിന്റെ മമ്മൂട്ടിയിലുണ്ട്. പിന്നെ ആരുടെ ഉണ്ട്? മമ്മൂട്ടിയുണ്ട്, ഇവന്റെ ഉണ്ട്, ലാലിന്റെ വേറെ പോടാ കള്ളാൻ പറയാ. അതൊന്നുമില്ല. ലാലിന്റെ ഇതുണ്ട്, ഡബ് ചെയ്ത് അല്ലാതെ ഇറക്കി തരണുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടാ. തിരക്ക് 2-3 റീൽ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. കാണാ സമയം ഉണ്ടല്ലോ. കാണാടാ കുട്ടാ. എന്തൊരു പിണക്കം. എല്ലാരും കാണണ്ടേ? നമുക്ക് റീല് കാണാൻ സമയമുണ്ട്. സമയമില്ലടാ. സമയമില്ലാത്ത ബാക്കിയുള്ളവരൊക്കെ മെസ്സേജ് അയച്ചാലും റീൽ അയച്ചാലും കാണാൻ സമയമില്ല. അതൊന്നും സമയമില്ലാത്ത എന്തൊരു പണി വീട്ടില്.
വീട്ടിൽ എന്തെല്ലാം ജോലി കിടക്കണ്. വീടെത്തുമ്പോ തന്നെ 8 മണി 7 മണി. കോടി കുറഞ്ഞു വന്നല്ലോ. കല്ലാപുരം നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഗ്യാങ് മീറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് അങ്ങ് ഭാവി കാര്യവും ബിസിനസ്. അത് സമയം കണ്ടെത്താനുള്ള നേരം നിനക്കാണ്. സമയം കണ്ടെത്തണം. ഇതിൽ തന്നെ ഞാൻ നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടാണ് നീ അത് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്ത്. പാർട്ട്ണർഷിപ്പാ? മറ്റേ ആധുനികമായിട്ട് സംസാരിച്ച് ഒരിക്കലും നടക്കാത്ത ബിസിനസ്സുകൾ. ചായ കുടിക്കാൻ പോകുമ്പോഴാണ് ഒരിക്കലും നടക്കാത്ത. പിന്നെ അല്ലാതെ അവന്മാർ 2-3 ചായ പറയുന്നു, അവിടെ ഇരിക്കുന്നു, നമ്മൾ ഓരോ ബിസിനസ് പറയും. അത് നമ്മളവിടെയാണെങ്കിൽ ഞാനും ഇന്നലെ പോയി വൈകുന്നേരം പോയിട്ട് 6 മണിക്ക് അവിടെ നിന്ന് പോയത്. 6 മണിക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കൂട്ടുകാരനോട് സംസാരിച്ച് 7-7:30 മണിയായി. 7:30 മണിക്ക് വീടിന്റെ അടുത്ത് തന്നെ അവന്റെ വീട്. അവിടെ സംസാരിച്ച് പെണ്ണ് വിഷയമൊക്കെ സംസാരിച്ച് ഇതൊന്നും അതിന്റെ ഇടയിൽ പെണ്ണ് വിഷയം ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ എന്റെ കൂട്ടുകാരും അവസാനം പെണ്ണ് വിഷയത്തിലോട്ടാണ്. അത് പെണ്ണ് വിഷയം വരും, എല്ലാ കൂട്ടുകാരും ഒരു പെണ്ണ് വിഷയം വരും. അതെന്താ അങ്ങനെ അവരുടെ ബ്രേക്കപ്പ് സ്റ്റോറി അല്ലെങ്കിൽ അവരിവിടെ മറ്റേ ഇതായിട്ട് കിടക്കുന്നതും അവര് ബ്രേക്കപ്പ് സ്റ്റോറി നമ്മൾ ഒട്ടും പറയാതിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയും. അടിയും അത് കണക്ക് ആ ഗേൾഫ്രണ്ട് ഇവിടെ കള്ളം പറഞ്ഞതൊക്കെയാണ് അവരുന്ന് പറയുന്നത്. കള്ളം അങ്ങനെയൊന്നും പറയാൻ പാടില്ലടാ. കള്ളം പറയാം, പക്ഷെ സത്യസന്ധനാവാൻ പോകല്ലേ. കള്ളമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെ ഒരു ദിവസം അല്ലേ കള്ളമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെ പോയി സത്യസന്ധനാ. അപ്പൊ കള്ളം പറഞ്ഞ അതിൽ തന്നെ ഉറച്ചിരിക്കണം. ഇത് മാറാൻ പാടില്ല. കൊന്നാലും മാറാൻ. എനിക്ക് പറ്റിയതും അങ്ങനത്തെ പറയാം. സത്യസന്ധനാവാൻ നോക്കിയത്. അത് നമ്മൾ അങ്ങോട്ടങ്ങോട്ട് പോട്ടെ. ഇതിപ്പോ എന്റെ വീട്ടിലായാലും ഞാൻ കേട്ട് മടുത്ത്. അതല്ല, വീട്ടിലായാലും അങ്ങനെ തന്നെ സത്യസന്ധമാവാൻ വേണ്ടിട്ട് സത്യം അങ്ങ് പറയും. പിന്നെ അതില് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താണ് കരച്ചിലും പിടിച്ചിലും. കള്ളം പറയാൻ പിടിച്ചിരിക്കണം. 1-2 തവണ എത്ര തവണ അമ്മ എന്നെ തൂക്കിയാണ് കള്ളം പറയുന്നത്. എന്തിനെന്ന് പറഞ്ഞ് കള്ളം പറയാലോ. അവസാനം പറ, സത്യം പറ. അപ്പൊ സത്യം പറയുമ്പോ അവിടെ വീണ്ടും പ്രശ്നമാവുകയാണ്. ആ എന്റെ അനിയത്തി അച്ഛനും പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളം പറഞ്ഞ അതിൽ തന്നെ ഉറച്ചിരിക്കണം. പിന്നെ സത്യം കണ്ടുപിടിച്ചാലും ആ കള്ളത്തിൽ തന്നെ നിൽക്കണമെന്ന്. കള്ളക്കുടുക്കൂടെ എന്തോ അത് എന്റെ അച്ഛനും അമ്മയും ഇതാണ് പറയുന്നത്. അച്ഛൻ ഇങ്ങനെ പേഴ്സണലായിട്ട് വിളിച്ചാൽ അവര് കള്ളം പറയുമ്പോ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഞാൻ അങ്ങനെയല്ലേ ചെയ്യണേന്ന്. കുടുംബം ഇടയ്ക്ക് ഞാനും അമ്മയും അനിയത്തിയും തൂക്കി കള്ളം പറഞ്ഞേന്. അച്ഛനെ തൂക്കി. പുള്ളിക്കാരൻ മാറണില്ല കള്ളത്തിൽ നിന്ന്. വിത്ത് എവിഡൻസ്, വീഡിയോ എല്ലാം, മെസ്സേജ് സഹിതം. എന്നിട്ടും ഞാൻ അങ്ങനെയല്ല ചെയ്തത്. അനിയത്തി എന്നിട്ട് അമ്മയടുത്ത് പറയണ ഇനി എത്ര നിങ്ങൾ സത്യം കൊണ്ടുവന്നു ആ കള്ളത്തിൽ തന്നെ ഉറച്ചിരിക്കുവോ. കോൺഫിഡൻസ്. അതാണ് കോൺഫിഡൻസ്. അതാണ് എന്ത് എനിക്കറിഞ്ഞൂടാ. എന്തായാലും കുടുംബത്തോടെ പാരമ്പര്യം ഇടക്കിടക്ക് പറയും. ആ അച്ഛന്റെ മോനല്ലേ അമ്മ പറയും. അപ്പൊ അച്ഛൻ ചോറൊന്നും വിളിക്കും. ഇങ്ങനെ ചോറൊന്നും ഒന്നും കേക്കാത്തതാണ്. കള്ളങ്ങൾ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നല്ലതാണ്. ചില സന്ദർഭങ്ങളിൽ നല്ലതാണ്. ചിലർക്ക് കള്ളം പറഞ്ഞാൽ ചിലപ്പം ചിലവർക്ക് അത് പോസിറ്റീവ് ആവാം. എന്ന് പറയുമ്പോ ചിലപ്പോ എന്തെങ്കിലും നല്ലതിനായിരിക്കും. മറ്റേ ചാവാൻ കിടക്കുന്നതിന്റെ അടുത്ത് നീ ചാവൂല എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു അതൊരു എന്തെങ്കിലുമൊക്കെ പറയണ്ടില്ല. എന്തെങ്കിലുമൊക്കെ അവര് പറയില്ല. കള്ളത്തരം. ചാവാൻ പോണടുത്ത് ഇനി ചാവൂലെന്ന് പറയാൻ പറ്റും. ഒന്ന് പിടിക്കൂല ആ കള്ളം പറഞ്ഞ. ഇങ്ങനെ എന്തെങ്കിലും അമ്മയുടെ മുഖത്ത് നോക്കല്ല അമ്മേരെ എങ്ങനെ കള്ളം താരും അതറിഞ്ഞൂടെ. കാര്യം കേട്ടാ, ഏത് വർഷം കഴിഞ്ഞ കോമഡിയാണെന്ന് പറയാം. മറ്റേ പടം ഇറങ്ങിയ സമയത്തുള്ള ഏത് പടം? ഫഹദ് ഫാസിലിന്റെ ഒരു പടം ഇല്ലേ മറ്റേ അതിന്റെ പേര് നീയാണല്ലോ കോടതി. നീയാണല്ലോ കോടതി. ആ സിനിമ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇത്രയായി. നീ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. ഔട്ട്ഡേറ്റഡാ നമ്മള് ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ ഈ വക കോമഡി അടിച്ചിട്ടാണ് ഓരോ പെൺപിള്ളേര് എന്നൊക്കെ ചിരിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കെണ്ട കോമഡി അടിച്ചിട്ട് ഈ പെൺപിള്ളേർ എങ്ങനെ ചിരിക്കുന്നത് ഇത് കേട്ടിട്ട് എന്തോ. എന്നിട്ട് അതല്ലടാ വെച്ച് ഞാൻ ഈ കെണ്ട സാധനം അടിക്കും. ഞാൻ വിചാരിക്കണേം കാട്ടി വാങ്ങും. ഓവറായിട്ട് അങ്ങ് ചിരിക്കുന്നു. ഞാൻ എനിക്കെന്നെ ഇത്രയും എടാ സത്യം. ഞാൻ ട്രെയിനിങ് വന്നപ്പോ 2-3 പെമ്പിളുണ്ടായിരുന്നു. ആരും 2 കോമഡി അടിച്ച് എന്തരാ കാര്യം പറഞ്ഞപ്പോ കോമഡി അടിച്ചതാ. ഇരുന്ന് കക്കന്ന് ചിരി. ഞാൻ വിൻഡോ സൈഡിൽ നിന്ന് തിരിച്ച്
ഇതെന്ത് അങ്ങനെ അത് ഈ പെമ്പിള്ളേർക്ക് എന്ന് വെച്ചാ എന്തെങ്കിലും കോമഡി മതി, കോമഡി അതിലങ്ങ് വീണു. ഇതൊക്കെ നീ എന്റെ അടുത്ത് അടിച്ചു നോക്ക്, ഞാൻ തുപ്പല്ല പിന്നെ മിണ്ടാണ്ടിരിക്കും, തുപ്പയൊന്നുമില്ല, മൈൻഡ് ചെയ്യാതെ നീ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ അല്ല ഞാനകത്തൊക്കെ എന്താ കോമഡിയൊക്കെ. കള്ളത്തരം നമ്മൾ ടോപ്പിക്കിൽ ഞാൻ തന്നെ മാറും. കള്ളത്തരം 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 കള്ളത്തരങ്ങൾ കഴിഞ്ഞില്ലേ? കള്ളത്തരം എന്ത് കള്ളത്തരം എന്ന് പറഞ്ഞത്? കള്ളത്തരങ്ങൾ കണ്ണ് കണ്ടാലേ കള്ളത്തരാണെന്ന് അറിയാൻ പറ്റണം. സത്യമായിട്ട് അതെന്താ അങ്ങനെ? എനിക്ക് സത്യമായിട്ട് നിന്റെ കണ്ണ് കണ്ടാ അറിയാൻ പറ്റും നീ കള്ളത്തരോട് അറിയാം. പക്ഷെ വേറെ ജീവിതശൈലിയിലും ഓരോരോ കള്ളത്തരങ്ങളുണ്ട്. കള്ളത്തരേ ഉള്ളു നിന്റെ. ഞാൻ എന്ത് ചെയ്താലും ചെറിയ കള്ളത്തരം കാണിച്ചിരിക്കും. അത് എന്താന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അത് ഈ ജന്മന മറ്റേ പാരമ്പര്യം. കായംകുളം കൊച്ചിന് ആരെങ്കിലും അങ്ങനല്ല? കായംകുളം വഴി ഞാൻ ട്രെയിനിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് തൊലി ഇങ്ങനെ ഉരിഞ്ഞങ്ങ് പോണണൊക്കെ തോന്നുന്നത്. അപ്പൊ പറയണ കോമഡിയാണ്, പഴയ കോമഡി ഒന്നും അല്ല. അടുത്തിരുന്നകത്തെ കോമഡി അടിക്കല്ലേട്ടാ, ഇത് പഴയതെന്ന് പറയാ. ഇത് എന്തൊരു കോമഡി! ഇതൊക്കെ അടിക്കുമ്പോഴാണ് വീണത്. പണ്ട് മറ്റേ ഈ കോമഡി ഞാൻ അടിച്ച് അവിടെ പണ്ടത്തെ കോമഡി സ്റ്റാർസ് പണ്ടത്തെ ഉണ്ട്. ആ ടൈമിലൊക്കെ ഉള്ള സാധനമാണ് നീ ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്. നീ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. ഈ കോമഡി രാജാവേ പറ. പിടിച്ചു ഇത് വേണ്ടായിരുന്നു. നമുക്ക് വേറെ ടോപ്പിക്. എത്ര തരം കോമഡി പറഞ്ഞാണ് പെമ്പിള്ളേരെ വീട്ടിൽ നിന്ന് പറയട്ടെ. ഇല്ലല്ലോ, നമുക്ക് വേറെ ടോപ്പിക്കിലോട്ട്. നീ പറ. ഇത് എന്തൊരു വാശി! എന്റെ അമ്മയ്ക്ക് ഒരു ഇത്ര വാശിയില്ലല്ലോ. കോമഡിയിൽ അടിച്ചടിച്ചടിച്ച് ഒരു പരുവായി. ഇതിനൊക്കെ എന്തൊരു സുഖമാണ് കിട്ടുന്നത് ഈ പറയുന്നത്. നിനക്ക് നീയും കോമഡി അടിച്ചടിച്ചടിച്ച് വാടഞ്ഞ് കോമഡി അടിച്ചടിച്ചടിച്ചൊന്നും അല്ല, ഒന്നും പ്രതികരിക്കാതെ ഇരുന്നിരുന്നില്ല. ഇപ്പൊ പല്ല് കളി കാണുന്നില്ല പറഞ്ഞപ്പോ പറഞ്ഞല്ലേ. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. വേദനിക്കും. ആർക്ക്? എനിക്ക് തന്നെ കരയും. എന്തൊരു ഇന്നത്തെ ഒന്നും കരയാനൊന്നും പറ്റത്തില്ല കേട്ടല്ലേ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചത് എന്ത് ചെറുക്കേ. ആരാലോചിക്കണ്? കണ്ണെന്തോ കണ്ണറിഞ്ഞിരിക്കുന്നത്. കണ്ണ് തുറക്കണ. പനിയായോണ്ട് കണ്ണടച്ച ഇവിടുന്ന് ഇങ്ങനെ വീഴും. പനിയായോണ്ട് ജലദോഷത്തിന്റേതാണ് എനിക്ക് പനി പിടിച്ചത്. അപ്പൊ മയ്യ ഞാൻ ഒരു വിക്സ് മുട്ടായി നിന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിക്സ് മുട്ടായിക്ക് 2 രൂപ. നീ അറിഞ്ഞോ? 2 രൂപ 2 രൂപ തന്നെ. വിക്സ് മുട്ടായിക്ക് ഇത്തിരി കനം കൂടി എന്ന് പറഞ്ഞ കവർത്തി വലുതാക്കി കാണിച്ചു തന്നു. അത്രേ ഉള്ളു. ഞാൻ ചോദിച്ചു മമ്മി 1 2 ഒന്നൊക്കെ പണ്ടറ 2 എന്താ 2 എടുക്ക് ഇത് തരാന്ന് പറഞ്ഞ് തന്നു. അത് നിന്നിട്ട് വന്നു. അത് തന്നെ 2 രൂപ. ബൂമറിന് നീ ഉണ്ടോ? ബൂമർ ഇത്രയുള്ള ബൂമർ 1 രൂപ ബൂമർ. അത് മുമ്പ് ഇത്ര ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഒരു കയ്യിൽ ഇത്രയൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അത് ചെറുതായി. ഈ ഇതിന്റെ ഇത്രയേ ഉള്ളു. ഇല്ല ബൂമർ അല്ല, മിറർ മാറ്റി ആദ്യം കട്ട് ചെയ്ത് അത്രേ ഉള്ളു. പക്ഷെ 1 രൂപ തന്നെ സാധനത്തിന്റെ അളവ് കുറച്ച്. അതൊന്നും ഇപ്പൊ ആരും മേടിക്കുന്നില്ല. നമ്മളെ കാലത്താണെങ്കിൽ ഇഷ്ടം പോലെ മേടിച്ച് ചുമ്മാ ഇരുന്ന് 5 എണ്ണമൊക്കെ ഇരുന്ന് തിന്ന്. അയ്യോ അതൊക്കെ ഒരു കാലം. ഇപ്പൊ അതാ സ്കൂള് തുറന്ന് നിന്റെ പണ്ടത്തെ സ്കൂളിന്റെ ഇതും അതൊക്കെ സംസാരിക്കേ. ഞാൻ ചാറ്റ് ജി പി ടി നോക്കിയപ്പോ ഇതൊക്കെയാണ് പോഡ്കാസ്റ്റ് സംസാരിക്കുന്നത് ചാറ്റ് ജി പി ടി പറഞ്ഞത്. അത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കട്ട് ചെയ്യൂ, ഇപ്പൊ പറഞ്ഞ കാര്യം കട്ട് ചെയ്യും. ഇതൊന്നും കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യാൻ മടി. സ്കൂൾ ലൈഫില് ഞാൻ ഇന്നലെ കടക്ക അതുവഴിയാണ് ഞാൻ വന്നത്. ഞാനും അമ്മയും കൂടെ. അപ്പൊ നമ്മള് +2 പഠിച്ച സ്കൂളിൽ നിന്ന് കണ്ട്. അപ്പൊ അവിടെ ഉണ്ടായ ഓർമ്മകൾ വല്ലാണ്ട് എന്നെ അലട്ടി. അമ്മയടുത്ത് പറഞ്ഞ അന്ന് സിംഗിൾ പസങ്കല്ലേ. ഒന്നും ചിന്തിക്കല. അടുത്ത മീൻമുട്ടി ഇടക്കിടെ അവിടെ പോക്ക്. അതിന്റെ ആ മെമ്മറീസ്. ക്ലാസ്സിലുള്ള ക്ലാസ്സിൽ അലപ്പ് പഠിപ്പിക്കാന്ന് കെമിസ്ട്രി ടീച്ചറിനെ ഊക്കി പറഞ്ഞു വിട്ട്. അലപ്പ് കൂടിയേ ഇനി പഠിപ്പിക്കൂലെന്ന് പറയും, ഇറങ്ങി പോകുമെന്ന് പറയും. അപ്പൊ ഒരു ടീച്ചർ എന്തോ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ വന്ന ഒരു ഗസ്റ്റ് ടീച്ചറിനെ കരയിപ്പിച്ചു വിട്ടു. എന്തോ പയ്യന്മാർ എന്തോ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ ഞാനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ 3ാമത്തെ +1 സമയത്ത് +2 നമുക്ക് കൊറോണല്ല. ഞാൻ അവിടെ ഇരുന്ന് ഒരു റോക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കി. അല്ല ഞാൻ ഇങ്ങേറ്റത്ത് എന്ന് വെച്ചാൽ ബെഞ്ചിന്റെ ഇങ്ങേറ്റം, മറ്റോ ഒരുത്ത ഇങ്ങേറ്റം എന്ന് വെച്ചാൽ നടക്കുന്ന ടീച്ചർമാർ നടക്കുന്ന ആ സൈഡ്. അപ്പൊ അവിടുന്ന് ഒരു റോക്കറ്റ് ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ട്. ഞാൻ ജനലിന്റെ സൈഡിലായിരിക്കുന്നത്. അത് പറഞ്ഞ എന്റെ അടുത്ത് വന്നിന്. ഞാൻ അവന്റെ അടുത്തോട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെയൊന്ന് പറത്തി. കാറ്റടിച്ച് ഒറ്റ കാറ്റടി. ഇത് നേരെ പെമ്പിള്ളേരുടെ അടുത്തത്തെ വീട്. അവിടെ നിന്നൊരു ഫിസിക്സ് ടീച്ചറായിരുന്നു. എന്നെ ആര് പറത്തിയ? ഞാൻ പറഞ്ഞു മിണ്ടിയില്ല, ഇങ്ങനെ ഇരുന്നു അനങ്ങാതിരുന്നു.
അപ്പൊ സൈഡിൽ നിന്ന് വന്നത് ആ സൈഡ്, നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ബെഞ്ച്, ആ സൈഡിൽ നിന്നാണല്ലോ പോയാൽ ആ ബാക്കിൽ ഇരിക്കുന്നവരെല്ലാം എണീ ആര് പറത്തേന്ന് അല്ല ആര് പറത്തേന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതാവുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഒരുമാതിരി വിഷമിച്ച് ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു സീനുണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാനും ആ പറത്തി അങ്ങേറ്റത്തിരുന്നവനും കൂടെ ഇറങ്ങി ചെന്നു. നമ്മളാണ് സോറി ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവര് എന്തൊക്കെയോ പറഞ്ഞ് വേറെ ഞാൻ മറന്നുപോയി എന്തൊക്കെ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അതൊക്കെ പറഞ്ഞ് എന്നൊന്ന് പോയിരുന്നു. അവര് ഇറങ്ങി എന്നിട്ട് പഠിപ്പിക്കുന്നത് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇതെല്ലാം പറഞ്ഞ് സോറി എല്ലാം പറഞ്ഞിട്ടാ അവര് എന്നിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അവരെ കണ്ടത് +2 ആയിരുന്നു. +2 വരെ +1 കൊറോണ എന്തെങ്കിലും കണ്ടായില്ലായിരുന്നു. അപ്പൊ അടച്ചിട്ട് +2 മറ്റേ ലാബ് എക്സാമിനാണ് അവരെ കണ്ടത്. ഞാൻ അവിടെ നിന്ന് ലാബ് ചെയ്തോണ്ടിരിക്കുന്നു. ലാബാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. മറ്റേ എന്തൊക്കെ ഇട്ട് സാമാന്യം ഇട്ട് ആട്ടുമ്പോഴത്തേക്ക് അത് ഇതൊക്കെ ഇട്ട് കറക്കുന്ന എങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇവര് പിന്നെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു. ഇപ്പോഴാണ് സമാധാനം. ഇവര് മിണ്ടിയല്ല എന്ന് വിചാരിച്ചു. അതുവരെ തന്നെ അവർക്ക് എന്നെ കണ്ടുകൂടായിരുന്നു. ഇഷ്ടമായിരുന്നു അവര്. അങ്ങനെ +2 ഇത് കണക്ക് നമുക്ക് ഇങ്ങനത്തെ കുറെ ഞാൻ +1 കൊറോണയ്ക്ക് മുമ്പ്, കൊറോണ ആവാറായപ്പോ +1 ലാസ്റ്റ് ക്ലാസ് അങ്ങണ്ടായിരുന്നു തോന്നുന്നു. അന്നും ഞാൻ നേരത്തെ ഇറങ്ങി. കാരണം അന്ന് ഒന്നും പഠിപ്പിക്കാതെ കുറച്ച് പയ്യന്മാര് നമ്മള് സ്കൂളിന്റെ അകത്തുള്ള കിണറ്റിന്റെ അവിടെ പോയി ഇരുന്നു. ടീച്ചർമാര് ക്യാമറയിൽ നിന്ന് തൂക്കി. ക്യാമറ ഉണ്ടായിരുന്നു. അതുമല്ല, ക്യാമറ മാറിയാണ് ഇരിക്കാനുള്ളത്. ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളങ്ങിരുന്നു. എന്നിട്ട് വിളിച്ചു വരുത്തി അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് അടി പേടിയാണല്ലോ. ഞാൻ നോക്കിയപ്പോ എന്നെ ബാക്കിയുള്ള പയ്യന്മാരെല്ലാം അവിടെ വേറെ സാറ് മലയാളം പഠിക്കുന്ന അടിച്ചു നോക്കണ്. നല്ല ശബ്ദം അടിക്കണേന്റെ ആ ശബ്ദം അങ്ങ് മുഴങ്ങണം. ചന്തിക്കല്ലേ അടിക്കുന്നത്. അവന്മാർക്ക് ഒന്നും ഏക്കല്ല. ഉച്ചഭാഗത്തോടെ ക്ലാസ്സിൽ പോണത്. നമ്മളത് അടിച്ചു പൊട്ടിക്കുന്ന എനിക്കൊന്നും അടി കൊള്ളണ എനിക്ക് ഇഷ്ടമല്ല. പേടി കൊണ്ടാണ്. അടി ഉണ്ടാകുന്നു. അവർ അവിടെ നിന്ന് ഊരാൻ വേണ്ടി വയറുവേദന ടോയ്ലറ്റിലായിരുന്നു. വയറൊട്ടും വയ്യ. അങ്ങനെ ആ ബാത്റൂമില് വെള്ളമില്ല, ബക്കറ്റില്ല, ഒന്നുമില്ല. കക്കൂസ് തന്നെ ഉണ്ടാന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. തള്ളി വിട്ട് വയ്യ സാറേ, ഒട്ടും വയ്യ എനിക്ക് വീട്ടിൽ പോക്കോളൂ. അപ്പോഴേ ബാഗ് എടുത്ത് ക്ലാസ് മൊത്തം തീട്ട കേസായി. എന്നാലും അടിയുള്ള രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടില്ലേ? വ്യത്യാസം പിന്നെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. അടച്ച് +2 കൊറോണ ആയി മൊത്തത്തെ അടച്ച് ഇനി വരണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടു. നാട്ടൊക്കെ തീട്ടൊക്കെ. പിന്നെ കുറെ നാൾ അടച്ചിട്ട് പിന്നെ എന്തോ സ്കൈപ്പൻഡോ ഗ്രാൻസിന്റെ എമൗണ്ടോ അങ്ങനെ വിളിക്കാൻ. അത് പക്ഷേ അക്കൗണ്ടിലല്ലായിരുന്നു. അക്കൗണ്ട് കയ്യിലും വന്നായിരുന്നു, അക്കൗണ്ടിലും വന്നായിരുന്നു. അതൊക്കെ ഉള്ളത് തന്നെയാണ്. അക്കൗണ്ടിൽ 3 തവണയായിട്ട് എനിക്ക് ദൈവസഹായിച്ച് 8ാം ക്ലാസ് തൊട്ട് ഗ്രാൻഡ് ഒന്നും കിട്ടിയിട്ടില്ല. എഴുതിയൊക്കെ കൊടുക്കും, തരൂല. മാർക്ക് വേണോ? മാർക്ക് വേണോ? ഈ +1 കിട്ടിയ എത്ര 900 കയ്യിലും തന്ന് ബാക്കി അക്കൗണ്ടിൽ ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അന്നൊന്നും മാസ്റ്റർ അങ്ങണ്ട. അത് പിന്നീടാണ് +2 കഴിഞ്ഞ് കുറച്ചാള് മാസ്റ്റർ റിലീസ് ചെയ്തില്ല. ടിക്കറ്റ് ഇടാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രെഡിറ്റ് ആയത്. അപ്പോഴേ കൊണ്ടുപോയി കണ്ട് അപ്പോഴേ പോയി തിന്നാണ് ഇത്. പിന്നെ അത് എന്റെ സിനിമയ്ക്ക് വേറെ ചേട്ടന്മാരെല്ലാം എടുത്തരണം. സിനിമ കാണാൻ പോകും. അങ്ങനെ നല്ലൊരു സ്കൂൾ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. +1 എൻജോയ് ചെയ്തു. +2 അങ്ങനെ വീട്ടിലിരിപ്പല്ലായിരുന്നു. +2 വീട്ടിലിരിപ്പായിരുന്നു. പോഡ്കാസ്റ്റ് ഇടാൻ വേണ്ടിട്ടേ ഈ ഷർട്ട് ആരെയും പറയാം കൂട്ടുകാരന്റെ വീട്ടിൽ ചെല്ലുന്നു, അവന്റെ വീട്ടിൽ ചെല്ലുന്നു, ഷർട്ട് എടുക്കുന്നു, ഈ വരുന്നു. ഇത് മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അത് കൂട്ടുകാരൻ തന്നെ. പുതിയ ഷർട്ടൊക്കെ ഇട്ട് നീയും പുതിയതാ വഴുക്കൊക്കെ ഇരിക്കുന്നല്ലേ. ഇത് വാങ്ങിച്ചിട്ട് 4 വർഷം. ഫസ്റ്റ് ഫ്രഷസ് ഡേ ഇല്ലേ, എന്റെ വയറ് കുറഞ്ഞ അത് തടി കുറഞ്ഞ 2020 ചെറുതായ ഉടുപ്പ് വലുതായിരുന്നല്ലേ ആ സമയത്ത്. വലിയ ഉടുപ്പ് മേടിച്ചിട്ട് അന്നത്തെ സൈസ് ഉണ്ടായിരുന്നു. പണ്ട് അമ്മമാരൊക്കെ മറ്റേ കടയിൽ ചെല്ലുമ്പോ അന്ന് ജിമ്മിൽ പോകുമായിരുന്നു. അമ്മമാരൊക്കെ കടയിൽ പോകുമ്പോഴത്തേക്ക് പണ്ടൊക്കെ പാൻറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അമ്മ പാൻറ് എടുത്ത് തരും. എന്നിട്ട് നമ്മളെ സൈസിനെ കാട്ടി വലിയ പാൻറ് എടുക്കും. വലുതാകുമ്പോഴാണ് ഇങ്ങനെ പറയും. ഞാൻ അമ്മയെ സൈസ് വലുതാകുമ്പോഴാ ഷർട്ട് കണക്ക് തന്നെ ഒരു ലോക കണക്ക് കിടക്കുന്ന ഷർട്ട് വലുത് വാങ്ങിച്ചിട്ട് വലുതാകുമ്പോഴാണ്. അല്ലെ വലുത് വാങ്ങിച്ചിട്ടിട്ട് അല്ല പിന്നെ എനിക്കത് ശീലമായി എന്ന് പറയുമ്പോ വലുത് വാങ്ങിച്ചിട്ട് പിന്നെ കുറെ ആൾ ഇട്ടേക്കാമല്ലോ, ടൈറ്റ് ആവും. ഒന്നാമത് വയറും ചാടിയൊക്കെ ലീക്കണം. അപ്പൊ ലൂസായിരുന്ന അത്ര മതിയെന്ന് പറഞ്ഞ് ഇവിടെ വലുത് വാങ്ങിച്ചിടും.
കുറെ ആള് ഇട്ടായി. പിന്നെ പിന്നെ എന്റെ ഒരു മനസ്സിൽ ഇനി ചെറുത് വാങ്ങിച്ചാലേ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരുള്ളൂ മനസ്സിലായി. പിന്നെ കണക്കിനുള്ളത് വാങ്ങിക്കുള്ളൂ. കണക്കിനുള്ളത് മേടിച്ചില്ലെങ്കിൽ വേറെ മേടിച്ചെടുത്തില്ല. പിന്നെ കണക്കിനുള്ളത് വാങ്ങിച്ചിപ്പോ കണക്കിനൊന്നും വേണമെന്നില്ല. വേറൊരു സംഭവം, ഈ നമ്മളെ ഈ പണ്ടെന്ന് പറയുമ്പോൾ ഈ 7, 8, 9, 10 ക്ലാസ് എന്ന് വെച്ചോ, അല്ല നമ്മള് വീട്ടുകാരല്ലേ നമുക്ക് മേടിച്ചു തരുന്നത്. നമ്മള് ഇതിനൊക്കെ ഇങ്ങനെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സൈസ് കേളായിരിക്കും. ആദ്യം എനിക്ക് ഡ്രസ്സ് എടുക്കും, അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കും. അതെന്റെ ഇതാണ് ഇവന്റെ ഒരു ചട്ടി എന്ന് പറയണോ, അതിലാണ്ട്രാ പെട്ടുപെടത് ചട്ടി. അയ്യോ അങ്ങനെ പറയും. ഇപ്പൊ നീ എന്തിരുന്നു കടയിൽ ചോദിക്കണം സൈസ് എത്ര? ഞാൻ ചോദിക്കാറില്ല, ഇടാറില്ല. ഞാൻ അങ്ങനെ ഇട്ടൂടാ. അല്ല ഞാൻ കടയിൽ എന്ന് പറയാം കേട്ടാ. ഞാൻ പയ്യന്മാരെ കടയിൽ ബോക്സർ എടുക്കാം, അതായിരിക്കും ആകുമ്പോഴത്തേക്ക് പോവല്ല. ഞാൻ പേരറിഞ്ഞൂടല്ലോ കമ്പനി പേര്. ഇപ്പൊ ഷോർട്സ് എന്ന് പറയും, ബെർമുഡ അതല്ലേ ഇതിനും ചെറുത് അങ്ങനെ അല്ലെ ബി കട്ടുള്ള ഇങ്ങനെ കാണിക്കും. ഇതിൽ ഏത് വേണം സാർ? ഇവിടെ പെമ്പിള്ളടുത്തൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ എടുക്കോ, ഞാൻ പിന്നെ നോക്കൂലല്ലോ, ആരും നോക്കില്ല. അല്ല റീല് കണ്ടു, 25, 26 വയസ്സുള്ള അമ്മയുടെ കൂടെ ഇവന് 2 ചട്ടി. അതിലൊക്കെ ഇതായി പോടാ, ഭയങ്കര പ്രശ്നമാണ് ഈ അമ്മമാര്. പക്ഷെ അമ്മമാർക്ക് നമ്മള് പിള്ളേരാണ്. ഈ നിൽക്കുന്ന പെൺപിള്ളേരുണ്ടല്ലോ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇങ്ങനെ നോക്കും സൈസ് എത്രയത്, ഇങ്ങനെ നോക്കൂടാ സൈസ് എത്രയത്. നമ്മളായിട്ട് ഇങ്ങനെ എത്തി നോക്കും, സൈസ് ഒരു 32 ഇങ്ങനെ പറയും കൊച്ചിലേക്കാ. സത്യം. അയ്യോ അതൊക്കെ ആയിരുന്നടാ ഭയങ്കര. കടയിൽ ചെന്നിട്ട് സൈസ് എത്ര എന്നിട്ട് ചോദിച്ചു. അയ്യോ അല്ല അങ്ങേടത്ത് നോക്കിട്ട് പറയാൻ പറഞ്ഞു. നീ ഇങ്ങനെ നോക്കിട്ട് പറയാൻ പറഞ്ഞു. എനിക്കങ്ങനെ കറങ്ങാൻ പറഞ്ഞ ഞാൻ 32. അത്രയൊന്നും വരൂല അവര് പറയുന്ന 32, 36 ഞാൻ പാന്റ് സൈസ് പറഞ്ഞു. അത്രയൊന്നും വരില്ല. വേറൊരു പ്രശ്നമുണ്ട്, ഈ മഴക്കാലമാകുമ്പോ ഈ സാമാനം ഉണങ്ങൂല. സത്യം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനില്ല പിഴിഞ്ഞിരി ഇസ്തിരിയില് കറണ്ടടിക്കും, ഇസ്തിരിയിൽ പോകാൻ മയം, എന്നിട്ടും ഉണങ്ങിയൊന്നുമില്ല. ഉണങ്ങില്ല, അത് ഉണങ്ങൂല. ഭയങ്കര പേടാ അത് ഉണങ്ങേ. ഒരു കോട്ടന്റെ സാധനം അത് പിഴിഞ്ഞ് മനുഷ്യന്റെ കൈ അടയ്ക്കുന്നല്ലാതെ എലാസ്റ്റിക് പെട്ടെന്ന് ഉണങ്ങും കേട്ടാ, ബാക്കിയൊന്നും ഉണങ്ങൂല. അല്ല മുമ്പ് അങ്ങനെ എലാസ്റ്റിക്, പിന്നെ എലാസ്റ്റിക് മാത്രമേ ഉണ്ട്, മറ്റൊന്നും ഇല്ല. നമ്മളെ കൂട്ടുകാരുടെ നടക്കായിരുന്നു എലാസ്റ്റിക് മാത്രം ഇട്ടുണ്ട്, ബാക്കിയൊക്കെ അരിപ്പടക്കം ഇരുന്നിട്ട് ബാക്കി ഇല്ല, പകുതിയൊക്കെ വീണ്ടും കീറി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് മാത്രം. ചില അവിടെ നമ്മുടെ വേറെ ചേട്ടായി ഇടൂല, അപ്പൊ ഇട്ടെന്ന് കാണിക്കാൻ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഈ മുണ്ടിന്റെ മണ്ട വെച്ചേക്കും അറിയിക്കേ നാട്ടുകാരെ കാണിക്കണം. സമയത്ത് മറ്റേ പാന്റ് ഇറക്കിയിട്ട് അതെന്തായിരുന്നു ബ്രാൻഡഡ് ജട്ടി മേടിക്കുന്നു, അത് എടുത്തു. ഇത് കൊച്ചിലെ ഇപ്പോഴും അങ്ങനെ കുറെ പേര് നടക്കുന്നുണ്ട്. അതൊക്കെ മറ്റേ ഒരു 2010, 16, 17 ആ കാലഘട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. ഞാൻ ഇത് ഞാൻ ഇപ്പൊ നെടുമങ്ങാട് അമ്മേരെ വീട്ടിൽ പോകുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. വലിയ ഒരു 25, 26 വയസ്സ് ചേട്ടന്മാരൊക്കെ ഇത്തിരി വയറും ചാടിയൊക്കെ നിന്നിട്ടും ഇങ്ങനെ ബസ്സിൽ തൂങ്ങി നിൽക്കുകയും ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ വിചാരിക്കും കൊച്ചിയല്ലേ കാണിക്കണം. അതിനുശേഷം പിന്നെ നമ്മള് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കുറെ കണ്ടു തുടങ്ങി. ഞാൻ പിന്നെ 5ാം ക്ലാസ് തൊട്ട് പിന്നെ ചെയ്തു തുടങ്ങി. സ്കൂളിലൊക്കെ ഷോ ഇറങ്ങുന്ന ഇതൊക്കെ ബട്ടൺസ് ഒക്കെ അമ്മ വാങ്ങിച്ചു തന്ന നിക്കറെല്ലാം വിമൽ രാഹുല എന്റെ ഡാറ്റ ഗോൾഡ് എന്ന് പറയുന്ന പിന്നെ ബോക്സർ അല്ല ബോക്സസ് പേര് മാറ്റില്ല അങ്ങനെയൊക്കെ കുറെ വാങ്ങിച്ചു. ജോക്കിക്ക് ജാക്കി എന്നൊക്കെ എഴുതിയിട്ട് കുറെ ബ്രാൻഡ് ഉണ്ട്, അതൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ട്രാപ്പ് കാണിക്കണമല്ലോ, സ്ട്രാപ്പ് ഒന്നാമത് ഷർട്ട് ഭയങ്കര ഇറക്കമായിരിക്കും, അപ്പൊ എന്തായാലും ഇത് കാണൂലല്ലോ, കുറച്ചും കൂടെ താത്തങ്ങ് പോകും. കുനിയാനൊന്നും പറ്റില്ല. കുനിയുമ്പോ നമ്മളെ മെത്തേഡ് എന്തരാണ്, ഇത് താക്കയും വേണം, ആരും വെച്ച് ഒട്ടും കാണാനും പാടില്ല. അങ്ങനെ അപ്പൊ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ആയിരിക്കും കുനിഞ്ഞ് സാധനമൊക്കെ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്നാണ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ കാണാൻ പറ്റും, എങ്ങനെ ഇരിക്കും പറ്റല്ല. എന്നിട്ട് നമ്മൾ തൂങ്ങിയിരിക്കുമ്പോ അത് കാണിക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് താത്ത് വയ്ക്കും, അങ്ങനെയൊക്കെ കഴിയും. നമ്മൾ ചില ഇപ്പഴും ചെയ്യുന്നവരുണ്ട്. സത്യം. അതൊക്കെ ഇതിപ്പോ കറന്റ് നമ്മളിപ്പോ ചെറുതായിട്ട് രീതി കാണിക്കണമെങ്കിൽ അത് പാന്റ് ഒന്നാമത് കേറാത്തായിരിക്കും, അല്ലെങ്കിൽ പാന്റ് ലൂസ് ആയിരിക്കും, പ്രത്യേകിച്ച് പാന്റ് ലൂസ് ആയിരിക്കും. അന്ന് മറ്റേ ബെൽറ്റ് ഒക്കെ പൊട്ടി, അല്ലെങ്കിൽ പിന്നെ പൊച്ചക്കയറൊക്കെ കെട്ടി, അല്ലെങ്കിൽ ഷർട്ടിന്റെ ഇറക്കം കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യണേരിക്കും.
ഇപ്പൊ അങ്ങനെ ആരും കാണിക്കാറില്ല. ഇപ്പം ഇന്നലെ ഒരു 100 പേരിൽ 99 അങ്ങനെയൊക്കെ അത്രയും പേരും ഓക്കെയാണ്. ബാക്കി 1% ആരുള്ള ഇതൊക്കെ കാണിച്ചിറപ്പുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ നടക്കുന്നവരുണ്ട്. പഴയ കാര്യങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന പറയുന്നത്. പിന്നെ ഇനി നമ്മളെ പിള്ളേരൊക്കെ വരുമ്പോഴേ നീ ആലോചിക്കുക, നമ്മളെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ട്രെൻഡ് ഇത് മാറിക്കൊണ്ടിരിക്കും. ഒട്ടുമിക്ക ഇപ്പൊ എല്ലാരും ഒരു ലെവലിലാണ് പോണത്. മൊത്തം ഇപ്പൊ കീറിയ പാന്റൊക്കെ ആയിരുന്നു. ഇപ്പൊ കീറിയത് മാറി ഇപ്പൊ വലിയ പാന്റ് ആയി തുടങ്ങി. വലിയ പാന്റ്, ഫുൾ കവേർഡ് ഷർട്ട്. ഈ വലിയ പാന്റ് എന്ന് പറയുമ്പോ മറ്റേ ജോഗേഴ്സ് ആണ്. ജോഗേഴ്സ് അല്ല, ബാഗി. വലിയ പാന്റ് നീ ആലോചിക്കണം, പെൻസിൽ ഫിറ്റ് നിന്ന് മാറി ഇപ്പൊ വലുത്. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉരുളായി വീണടത്ത് കിടന്ന് ഉരുളായി. പെൻസിൽ ഫിറ്റ് ഇവിടെയൊക്കെ ബലൂൺ ഫിറ്റ് കുറെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ബലൂൺ ഫിറ്റൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. അത് അമ്മയെ കൊണ്ട് തയ്പ്പിക്കും. അമ്മയൊന്നും ഇങ്ങനെ ചൊറക്കാനൊക്കെ ഉണ്ടെന്ന് അമ്മയെ കൊണ്ട് ഞാൻ യൂണിഫോം തരുകയും ടൈറ്റ് അടിച്ചു തരും. ഇവിടെ ഭയങ്കര ഫിറ്റ് ആയിരിക്കും, ഇവിടെ അടിച്ചു തരൂല. ഒരു സ്ഥലം ലൂസും ഒരു സ്ഥലം ടൈറ്റും ആയിരിക്കും. അത് എല്ലാ വീട്ടിലുള്ളത്. അമ്മയ്ക്ക് മെഷീൻ ഉണ്ട്, ഇതൊക്കെ അടിക്കും. അടിച്ചിട്ട് ഒരു സ്ഥലം ലൂസും ഒരു സ്ഥലം ഫിറ്റ്. പിന്നെ ഞാൻ വീണ്ടും കൊണ്ട് അടിപ്പിക്കും. ചെറുക്കനെ കൊണ്ടെന്ന് പറഞ്ഞ് 2 വെള്ളം കുളിച്ച് അടിച്ചു തരും. അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു 2030-35 അതൊക്കെ ആകുമ്പോഴത്തേക്ക് നിനക്കൊരു മോളും എനിക്കൊരു മോനും ഒക്കെ ആവും. അതിന് അപ്പോഴത്തേക്ക് എന്റെ മോനെ നിന്റെ മോളെ കൊണ്ട് കെട്ടിച്ച ഒരു ബന്ധം, നിന്റെ അതേ സ്വഭാവമുള്ള ഒരു മോൻ, പൂമോൻ, പുന്നാര മോൻ എന്റെ മോളെ കൊണ്ട് കെട്ടിക്കണോ? എന്റെ മോള് പിന്നെ കിട്ടിലുമായിരിക്കും. പിന്നല്ലാതെ കിട്ടിലുമായിരിക്കും. ആൺചെറുക്കനായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എന്റെ അതേ സ്വഭാവം. പെൺചെറുക്കനാണെങ്കിൽ കള്ളത്തരവും കപടകളുമാണ്. നീ രക്ഷപ്പെടുവാണെങ്കിൽ നിന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിച്ചാൽ മതി. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കെട്ടിച്ച് തരൂല, കെട്ടിച്ച് തരൂല. എങ്കിൽ പിന്നെ നിനക്കൊരു മോൻ എനിക്കൊരു മോള് എങ്കിലാ എന്നാലേ അത് പറ്റും. നിനക്ക് എത്ര പെരേടോ കൊണ്ട് മോക്കല്ല എല്ലാം മോക്കായിരിക്കില്ലേ? 50 ഇല്ല 40 ആലോചിക്കാം. 40% ആലോചിച്ചിട്ടൊക്കെ പറയാം. ആലോചിച്ചിട്ട് പറയാല്ലേ? തിന്നോണെ കൊണ്ടുപോകും. നമുക്ക് ഓക്കെയാണെ എനിക്ക് ഓക്കെ. എന്തൊരു കുടുംബം ചെലവാണ്. ആരെങ്കിലും തലേ കെട്ടി വെച്ച് കൊടുക്കുന്നതൊക്കെയാണല്ലേ? ചെലവാണ്, അത്രേ ഉള്ളൂ. വിശക്കുന്നു പറയല്ലേ? ചെലവാണ്, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് അന്നിന്നപ്പോ എന്തെന്ന് പറഞ്ഞ ഷവർമ വാങ്ങിച്ചോണ്ട് വരണേ ചേട്ടാ എന്നിട്ട് മേടിച്ചു കൊടുത്താ? ഞാൻ ഇല്ല വീട്ടിൽ കേട്ടില്ല. തിന്ന് ദഹിക്കുകയും ചെയ്തു. എന്നിട്ട് 2 വാങ്ങിച്ചു കൊടുത്തരും. ചേട്ടന് ഒരു കടി വേണോ? ചേട്ടൻ ചോദിച്ചില്ല. ചോദിച്ചതാ? എന്തൊരു കുടുംബോടാ. നീ ആണെങ്കിൽ കൊടുക്കുക. അച്ഛൻ തിന്നോണ്ടിരിക്കണ വേണോ നാക്ക് കിട്ടിട്ട് അങ്ങ് തിന്നണ്. എന്തരടാ പിള്ളേരെ കളിയാതെ? എനിക്കറിഞ്ഞൂടാ. ഭയങ്കര വാശിയാണ്. വാശി പിന്നെ കളിയാക്ക പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കാതെ തരാന്ന് പറഞ്ഞാണ് തിന്നു. കൊച്ചു പിള്ളേരെ കളകളുള്ള സ്വഭാവം വേണ്ട. എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിച്ചത് എത്ര വക കിട്ടും? വക എന്തൊരു വകയെന്ന് പറയുക സ്വത്ത് വിവരങ്ങളൊക്കെ സ്ത്രീധനമൊക്കെ ഇങ്ങനെയൊക്കെ വരുമല്ലോ. അല്ലെ മോളെ കൊടുക്കണില്ല. അല്ല മോളെ പേരിൽ എന്തെങ്കിലും എഴുതി വെക്കുമല്ലോ? ഒന്നും എഴുതി വെക്കണില്ല. എന്തൊരു തന്ത. ഞാൻ ഒന്നും എഴുതി വെക്കണില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കട്ടെ. ഞാൻ മരിക്കാറാവുമ്പോ എല്ലാം വിറ്റ് തൊലച്ചിട്ടേ ചാവൂ. വിറ്റ് തിന്നും എന്നിട്ട് തിന്നു ചാവാ. അതിന്റെ അത്ര അന്തസ്സൊന്നും ഇല്ലല്ലോ. പോട്ട് നമുക്ക് ആ ഒരു ബന്ധം വേണ്ടെങ്കിൽ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ എന്നെ ഓർക്കും. രക്ഷപ്പെട്ടു പോയാ നിന്നെ ഓർക്കും. ഓ പിന്നെ ഇടക്കിടക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യണേടാ. ഇല്ല, ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സിം ഓടിച്ചളയല്ല. ആരും കോണ്ടാക്ട് ചെയ്തില്ല. എന്റെ പ്ലാൻ നീയും എടുത്തു വെച്ചു. ഏതുള്ള സിം ഓടിച്ച് വയ്ക്കുന്നത്? രക്ഷപ്പെടണ്ടേ? ഒരാളെങ്കിലും രക്ഷപ്പെടുന്ന മറ്റേ കണ്ണുകടിയാണ്. അതങ്ങനെയുണ്ടോ? നീ രക്ഷപ്പെട്ട എനിക്ക് പിടിക്കൂലല്ലേ? വീട്ടിൽ വന്ന് കൊല്ലുമല്ലോ. മാഞ്ഞണ്ട അപ്പോഴേ വീട്ടിൽ വരും പിടിച്ചിട്ട് അടിക്കും. കൊറേ ഉണ്ട് അടിക്കേ. എനിക്കുണ്ട് കൊറേ അടിക്കേ. കൈയൊക്കെ തരിച്ചു വരുവാണ്. നിനക്ക് ആരോടെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? ദേഷ്യമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലേ? കൈയൊന്ന് മുറുകെ പിടിച്ചേ ഇങ്ങനെ ചൂടാവുന്നുണ്ടേ കൈ. ആരോടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എന്തൊരു പറയാ? എന്തെങ്കിലുമൊക്കെ. ഇത് പോഡ്കാസ്റ്റ് അല്ലേ, അല്ലാതെ ഇതെന്തൊരു മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ എന്തൊരു നീ പറയുന്ന ഇന്റർവ്യൂ അല്ലേ? തൂങ്ങാൻ പോടാ. ശരിയാണ്. ഇല്ല മറ്റേ എഴുതി വെച്ചിട്ട് ഇതാക്കുന്ന കണക്ക്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സംസാരിക്കാം. വേറെ എന്തെങ്കിലും സംസാരിക്കാം?
നിന്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് ടോപ്പിക് ഇല്ല, ഇന്ന് എടുക്കണ്ട അത്. പോഡ്കാസ്റ്റ് ആണ്. ഒന്നാമത് വയ്യ, പനിയാണ്. എനിക്കും വയ്യ. നീ ആ ഹെൽമെറ്റ് വെച്ചോണ്ട് പോയിട്ട് ആ ഹെൽമെറ്റിൽ നിന്ന് എനിക്ക് പിടിച്ചതാ ഇപ്പം പനി. കൊറോണ എങ്ങനെയാണോ എന്തോ. ഇപ്പൊ ബീഫായിരുന്നു വീട്ടില്. ബീഫ് തിന്നിട്ട് പറ്റല്ല എന്തിനൊക്കെ തിന്നുന്നത്. എടാ ഞാൻ ഇച്ചിരി പോലും പുട്ടാണോ ഒത്തിരി കൊണ്ടുവന്നൂടെ പറഞ്ഞൂടായിരുന്നു. ഞാനൊന്ന് വിളിച്ചിട്ട് കറി എന്തായിരുന്നെങ്കിലും ചോദിക്കാറ്. അവിടെ പുട്ടും ബീഫും ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. രാവിലെ ഒന്ന് കോഴിനെ അറുത്തതേ ഉള്ളൂ. 3 കോഴി ഉണ്ടായിരുന്നു, 2 കോഴി പോയി, പറന്നുപോയി. അച്ഛൻ പിടിക്കാൻ പോയത്, ജീവനും കൊണ്ട് ഓടി. അച്ഛൻ കൂടും തുറന്നേ അകത്തൊരു കോഴീനെ പിടിക്കാൻ പോയത്. 2 കോഴി 2 വഴിക്ക്, മൊത്തത്തിൽ 3 ഉണ്ടായിരുന്നു. വേറെ ഏതാ വീട്ടിൽ ഇന്ന് കൊത്തിപ്പിറക്കി അവിടെ പിടിച്ചില്ല. അല്ല ആ ഏരിയ മൊത്തം ഇങ്ങനെ കറങ്ങണം. ഇന്ന് ബിരിയാണി തന്നെ. ഇന്ന് ഉച്ചയ്ക്ക് അമ്മ അങ്ങോട്ട് പോവാം. ഇല്ല നീ വീട്ടിൽ പോക്കോ. 4 പേരൊക്കെയുള്ള ചോറേ ഉള്ളൂ. 4 പേര്? നിങ്ങൾ അതിന് 3 പേരല്ലേ ഉള്ളു. ഞാനിവിടെ കൂട്ടിയ പിന്നെ 4 അല്ലേ. അമ്മയും നീയും അച്ഛനും മാത്രല്ല, അനിയത്തി പോയില്ലേ? അനിയത്തി വീട്ടിൽ ഉണ്ട്. വന്നാ? അതല്ലേ വന്നെന്ന് പറഞ്ഞത്. എന്തൊരു കൊതി. ഇന്നാളല്ലേ പോയത്? 2 മാസമായി പോയിട്ട് വന്ന് വീട്ടിലുണ്ട്. 5-ാമതൊരാൾക്ക് കൊടുത്ത് ചോറ് കൊടുക്കുന്നെന്ന് പറഞ്ഞ്. ഇല്ല അങ്ങനെ എന്നാലും മുഖത്ത് നോക്കി ഇല്ലാന്നും വരണ്ടെന്നും പറയുന്നത്. ഇല്ല വരണ്ട. എനിക്ക് ഇപ്പൊ ഒരു ഓർമ്മയിൽ വന്നതാണ്. എന്തിനാ? ഞാൻ ഫസ്റ്റ് ടൈം ബൈക്ക് ഓടിച്ചതേ 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിൽ? നീ ഏത് ബൈക്ക് ഓടിച്ച? FC. കാലിന് അത്രയ്ക്ക് നീളമുണ്ടായിരുന്ന? ഗിയർ ആര് മാറ്റി? നീളമുണ്ട. എടാ ഓടിച്ച ഓർമ്മയുണ്ടോ? ഗിയർ വേറെ ആരോ ബാക്കിൽ ഇരുന്ന് ഗിയർ വിട്ടിട്ട് ഉന്തി തള്ളി എങ്ങണ്ട് വിടെ എങ്ങനെ. അന്നേ നല്ല പൊക്കം ഉണ്ടായിരുന്നു തോന്നുന്നു. അയ്യോ, 3-ാം ക്ലാസ്സില്? 3-ാം ക്ലാസ്സില് ക്ലച്ച് ആക്സിലേറ്റർ നിനക്ക് തിരിച്ചറിയാൻ പോരുന്ന? ഏത് വകയില് ക്ലച്ച് കണക്ക് എത്തുമായിരുന്ന? എടാ നഴ്സറി പഠിക്കുമ്പോ എന്റെ മാമന്റെ കൂടെ RX സാമുറായില് ഇങ്ങനെ പിടിച്ചു പോയിട്ടുണ്ട്. ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചു. ഇപ്പൊ മാമൻ കൂടെ ആയി. മുമ്പേ തള്ളി വിടക്കുമായിരുന്നു, ഇപ്പൊ മാമൻ കൂടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് പറ. എടാ സത്യം. ഞാൻ പണ്ട് സാമുറായി പഠിച്ചു നഴ്സറി പഠിക്കുമ്പോ. ബാക്കി ഇരുന്നോണ്ട് അങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ. നഴ്സറി പഠിക്കുമ്പോ എങ്ങനെ ബാക്കി ഇരുന്ന? ഫ്രണ്ടിൽ? എടാ ഞാൻ ഫ്രണ്ടില് ടാങ്കിന്റെ മണ്ടയില്, മാമൻ ബാക്കില്. ഇങ്ങനെ ആക്സിലേറ്റർ ക്ലച്ചൊക്കെ പിടിച്ചു തരും. ഹാൻഡിലും അത് ആക്സിലേറ്റർ കൂട്ടി ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ മുഖത്ത് നോക്കി എങ്ങനെ കള്ളം പറയാത്തത്? സത്യടാ. എന്റെ മാമൻ തൂങ്ങി. അവന്റെ ചോദിക്കാൻ തൂങ്ങി. അതുകൊണ്ട് ഇത് എന്തും പറയാറില്ല. അത് നേഴ്സറി പഠിക്കും. നിനക്ക് എത്ര വയസ്സ്? 4 വയസ്സാ? നേഴ്സറി പഠിക്കുമ്പോ എത്ര പറയണ അത്ര അറിഞ്ഞൂടെ എത്ര വയസ്സൊന്നും. ഞാൻ തോറ്റടക്കണം. നേഴ്സറിയാണോ അംഗൻവാടിയാണോ? നേഴ്സറി നെടുമങ്ങാട് നേഴ്സറി പഠിക്കുമ്പോ നീ മാമന്റെ ബൈക്കില് 6:60 പോയി. ഇതെല്ലാം തൊണ്ട തൊടാതെ ഞാൻ വിശ്വസിക്കണം. അത് അല്ലേ? നീ ഇപ്പൊ ആന്നല്ലേ പറഞ്ഞ തൊണ്ട തൊടാതെ ചോദിക്കുന്നത്? അത് എന്റെ അപ്പാപ്പന്റെ സഹോദരിയുടെ മോളെ അങ്ങനെ എന്തോ ബന്ധത്തിലുള്ള ഒരു മാമനാണ്. ബന്ധം. മാമനെ പിടിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നായി. അതും അഭിലാഷ് തന്നെ പേര്, എന്റെ മാമന്റെ പേരും. നിനക്ക് ഈ ഇടയ്ക്ക് ഞാൻ നിന്റെ കൂടെ വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് നീ ഏതോ വണ്ടിയുടെ ഇടയിൽ കൊണ്ട് കയറ്റാൻ പോയത് ഓർമ്മയുണ്ട്? എന്നോ? ഇന്നലെ നീയല്ലേ ഓടിച്ചത്? എടാ വണ്ടി ഓടിക്കാം പയ്യപ്പോടാ, പനിയാണെന്ന് പറഞ്ഞ് ആ വണ്ടിയിൽ കയറി ഇടിച്ചെന്നെങ്കിൽ. ഇടിച്ചില്ലല്ലോ. ഇടിച്ചേനല്ലേ? നീ കണ്ണടച്ചിരിക്കല്ലായിരുന്ന? അത് സത്യം. അംഗൻവാടി നമ്മളൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു? ഉച്ചക്ക് കഞ്ഞി പയറ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉപ്പാവ് കിട്ടും. അമ്മ ചോറ് കഴിഞ്ഞാൽ അപ്പോഴേ കിടന്ന് ഉറങ്ങാം. ഉറക്കം അംഗൻവാടിയിലൊക്കെ പറ്റിയ ചോറ് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക. പക്ഷെ അംഗൻവാടി വിടും മുമ്പ് നമ്മുടെ വീട്ടുകാർ വിളിക്കാൻ വേണ്ടതിന്റെ അത്ര സുഖം. അതിന് അമ്മ വരും. അമ്മ എന്നെ വിളിക്കാൻ വരും. എന്താണെന്നറിയാമോ? ഉപ്പാവും ഇല്ല. അതൊരു കൊതിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ടേസ്റ്റ് ഉപ്പാവ് വേറൊരു ടേസ്റ്റ് ആണ്. ആ ഉപ്പാവ് പാത്രത്തിൽ ഇങ്ങനെ എടുക്കും. എന്നുവെച്ചാൽ പാത്രം കൊണ്ടുപോകും. സ്നാക്സ് കൊണ്ടുപോകണ പാത്രം സ്നാക്സ് തിന്നിട്ട് അതിൻ്റെ അത് ഉപ്പാവ് പാട്ടും. എന്റെ വീട്ടിൽ കൊണ്ടുവരും കേട്ടാ. ഞാൻ കുറച്ച് തിന്നും. അമ്മ ഇരുന്ന് ചെറുക്കാൻ തിന്നൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നും വേണം. നല്ല വല്ലാത്തൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ അങ്കമാടിയിൽ ആ ചെറുക്കം പറഞ്ഞ റീലിലൊരു ചെറുക്കം എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ബിരിയാണിയൊക്കെയാണ്. ബിരിയാണി എന്നൊന്നല്ല, 2 ദിവസം 3 ദിവസം വേണ്ട ബിരിയാണി. മറ്റേ ഈ അമൃതം പൊടിയുടെ അതിലൊക്കെ കഴിഞ്ഞ് ബിരിയാണിയാണ്. കാലം പോയപ്പോ എടാ ഇപ്പം ബിരിയാണി മറ്റേ അമൃതം പൊടിയിൽ മറ്റേ ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരുന്നത് അമൃതം പൊടിയല്ലേ അത്? മറ്റേ അവിടെ തരുന്നത്. നമ്മൾ ഈ ജോലിക്കൊന്നും പോകാതിരുന്ന് ഏതെങ്കിലും കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണക്ക് ബിരിയാണി കൊണ്ടുതരും.
പിള്ളേരെ കൊണ്ടുതരും. എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കൊച്ചുണ്ട്, നേഴ്സറിയിലാണ് പോണത്. തരത്തില്ലല്ലോ. തരൂല. ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല തീറ്റയാണ്. ഈ പ്രായത്തിൽ നല്ല വിശപ്പാണ്. അതെ, നല്ല നല്ല വിഷമമാണ്. നല്ല വിശപ്പാണ്. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ടോപ്പിക് ഒന്നും വരണില്ല. ഉള്ള ടോപ്പിക് എല്ലാം ChatGPT അതും ഇതൊക്കെ കൊണ്ടുപോയി. ഞാൻ അടുത്ത നല്ല ടോപ്പിക് ആയിട്ട് വരാം. നല്ല ടോപ്പിക്കാ. പിന്നെ നിനക്കൊല്ല ടോപ്പിക് ഉണ്ടാണ്. ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ അല്ലേ ടോപ്പിക് കണ്ടുപിടിച്ചോണ്ട് വരുന്നത്? തന്നെ. സമ്മതിക്കണം. അപ്പം എല്ലാരും കമന്റ് ഇടുക. കമന്റ് ഇട്ടിട്ട് എന്തെങ്കിലും പറ്റി പറയണമെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് മൊത്തത്തിൽ അങ്ങ് പറയാം. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അത് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വരുന്നുണ്ട്. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടുകൂടണേ. അമ്മാവനാണോ നീ? ലൈക്ക് ചെയ്യണേ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം. വയറ്റിപ്പഴപ്പാണേ ഇങ്ങനെ ചുമ്മാ നമ്മുടെ 3-4 വർഷത്തെ പ്ലാൻ ആയിരുന്നു. അന്ന് പോഡ്കാസ്റ്റ് ഇറങ്ങിയില്ലേ, പക്ഷെ നമ്മൾ റീൽ എടുക്കണം. അന്ന് 2 റീൽ എടുത്തു, പക്ഷെ അത് നമുക്ക് തന്നെ ചങ്ക. അയ്യോ, ഇത്രയും നാണോ ഇല്ല. അത് ആരെ ഇൻസ്പയർ ചെയ്ത് ഇറങ്ങിയപ്പോ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് അല്ല സ്റ്റോപ്പിൽ നിന്ന് കോളേജിലോട്ട് നടന്ന സമയത്ത് ചുമ്മാ എടുത്തതാണ്. അത് എന്റെ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് അപ്പൊ സ്പോട്ടിൽ വരെ ഡിലീറ്റ് ചെയ്ത അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അയ്യോ, അതിന് കാണണ്ടെന്ന് പറഞ്ഞാല് ആദ്യം വീഡിയോ എടുത്തപ്പോഴേ ചിരി. ടോപ്പിക് ഇല്ലല്ലോ. സത്യം, ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഇതിന്റെ അകത്തോട്ട് വന്നത്. അപ്പൊ എന്തായാലും നമ്മള് നിർത്തണം. 1 മണിക്കൂറായി കാണൂല. എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. അതെ, അടുത്ത വീഡിയോ ബൈ.